രാഘവ് ഫെലിയെ ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം നോക്കിയിരിക്കുന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് തന്നെ അറിയില്ല. ഓഫ് കോഴ്സ് നിന്റെ ഫാദറിനെ നീ മീറ്റ് ചെയ്തതിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ നീ ഇവിടെ വിട്ട് പോകാൻ അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സാഡായി. ഫെലി, ഞാൻ നിന്നെ ലൈക്ക് ചെയ്യുന്നുണ്ട്. നീ ഇല്ലാതെ എനിക്കിവിടെ ഹാപ്പിയായി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഘവ് അവൻ്റെ ഫീലിങ്സ് അവളോട് കൺഫേസ് ചെയ്യുന്നു. നീ എൻ്റെ ഗേൾഫ്രണ്ട് ആകുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഫെലി ഷോക്കാകുന്നു. പക്ഷേ സത്യത്തിൽ ഇതെല്ലാം രാഘയുടെ ഇമാജിനേഷൻ ആയിരുന്നു. രാഘവ് ഫെലിയോട് കൺഫേസ് ചെയ്യുന്നില്ല. പകരം അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഫെലി അവനോട് നീ എൻ്റെ സ്വപ്നം കാണുകയാണോ? ഉറപ്പായിട്ടും ഏതെങ്കിലും ഗേൾസിനെ കുറിച്ചായിരിക്കും എന്ന് അവൾ പറയുന്നു. രാഘ ഇതിന് മറുപടി ഒന്നും പറയുന്നില്ല. സബ്ജക്റ്റ് മാറ്റാനായി അവൻ അവളെ വീണ്ടും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. സീൻ ഇവിടെ വെച്ച് കട്ടാകുന്നു. നെക്സ്റ്റ് സീനിൽ ഫെലി പോകുന്നതിനെ കുറിച്ച് 4 ബ്രദേഴ്സും ഡിസ്കസ് ചെയ്യാണ്. ഫെലി സത്യത്തിൽ നമ്മളെ വിട്ട് പോവുകയാണോ എന്ന് നാവിറ ചോദിക്കുന്നു. അതേന്ന് രാഘ പറയുന്നുണ്ട്. എനിക്ക് അവളെ തടയാൻ പറ്റില്ലെന്ന് ഹെൽഗ ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആരുടെ കൂടെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഫെലിയാണ്. അവളുടെ തീരുമാനത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം വേണ്ടിയെന്ന് രാഘ പറയുന്നു. അത് ശരിയാണെന്ന് 4 പേരും എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫെലി അവളുടെ ലഗേജുമായി താഴേക്ക് വരുന്നു. നീ സത്യത്തിൽ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നാവിറ ചോദിക്കുന്നു. അതേന്ന് പറഞ്ഞ് അവൾ എല്ലാവരുടെയും ഫേസ് നോക്കുന്നു. എൻ്റെ പേരൻസിൻ്റെ കൂടെ താമസിക്കണം എന്നുള്ളത് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള വലിയ സ്വപ്നമാണ്. ഇപ്പോൾ അത് ഫുൾഫിൽ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അവൾ പറയുന്നു. അവർ 4 പേരും സ്മൈൽ ചെയ്യുന്നു. ഫെലിയെ സപ്പോർട്ട് ചെയ്യാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അവളും സ്മൈൽ ചെയ്ത് അവരോട് താങ്ക്സ് പറയുന്നുണ്ട്. അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ മിസ്റ്റർ ജോഹാൻ അവിടേക്ക് വരുന്നു. നീ പോകുകയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതെ, താങ്കളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ലൈഫിൽ എന്ത് ചെയ്യും എന്നറിയാതെ സ്റ്റക്കായി നിന്നപ്പോഴാണ് ഒരു ഏഞ്ചലായി താങ്കൾ എൻ്റെ ലൈഫിലേക്ക് വന്നത്. താങ്കൾ താങ്കളുടെ സ്വന്തം മകളെ പോലെ എന്നെ സ്നേഹിച്ചു, എന്നെ സപ്പോർട്ട് ചെയ്തു, എനിക്ക് ഒരു വഴി കാണിച്ചു തന്നു. ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ താങ്കൾ പറഞ്ഞ ലെസൺസും ഐഡിയോളജീസ് എല്ലാം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് മിസ്റ്റർ ജോഹാനും ഹാപ്പി ആകുന്നുണ്ട്. നീ ഇപ്പോൾ നിന്റെ ഫാദറിൻ്റെ കൂടെ പോവുകയാണെങ്കിലും നമ്മൾക്കിടയിലെ ഈ ബ്യൂട്ടിഫുൾ റിലേഷൻ എന്നും ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യണമെന്ന് മിസ്റ്റർ ജോഹാൻ അവളോട് പറയുന്നുണ്ട്. അവൾ സമ്മതിക്കുന്നു. അതിനുശേഷം അവൾ എല്ലാവരുടെയും കൂടെ ലഗേജുമായി വെളിയിലേക്ക് വരുന്നു. അവളെ കൊണ്ടുപോകാനായി അവളുടെ ഫാദർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് മിസ്റ്റർ ജോഹാനെ ഗ്രീറ്റ് ചെയ്യുന്നു. ഫെലിയെ ടേക്ക് കെയർ ചെയ്യണമെന്ന് മിസ്റ്റർ ജോഹാൻ പറയുമ്പോൾ തീർച്ചയായും ഫെലി എൻ്റെ ഫേവറേറ്റ് ഗേൾ ആണെന്ന് അവളുടെ ഡാഡ് പറയുന്നുണ്ട്. ഇത് കേട്ട് ഫെലി ഒരുപാട് ഹാപ്പി ആകുന്നു. അവളുടെ ഡാഡ് ലഗേജ് വണ്ടിയിൽ വെക്കാനായി പോകുന്നു. മിസ്റ്റർ ജോഹാൻ ഒരുപാട് സാഡായിരുന്നു. ഫെലി ഇത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും നോക്കുന്നു. എല്ലാവരും സാഡായിരുന്നു. രാഘ അവളെ നോക്കി സ്മൈൽ ചെയ്ത് ടേക്ക് കെയർ ചെയ്യാൻ പറയുന്നു. അവൾ അവിടുന്ന് അവളുടെ ഫാദറിൻ്റെ കൂടെ വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ 4 ബ്രദേഴ്സും സാഡായിട്ട് പൂൾ സൈഡിൽ ഇരിക്കുകയാണ്. ജോർജനും രാഗയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ടൈമിൽ 2 പേരും ഫേസ് ടു ഫേസ് വരുന്നുണ്ട്. നീ എന്ത് ചെയ്യാണെന്ന് രാഗ ജോർജനോട് ചോദിക്കുന്നു. ഈ സെയിം ക്വസ്റ്റ്യൻ നിന്നോട് ഞാനാണ് ചോദിക്കേണ്ടത്. നീ കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെന്ന് അവൻ പറയുന്നു. രാഗ അവനോട് ഒരു മറുപടിയും പറയുന്നില്ല. നാവിറോ ബാക്കി 3 ബ്രദേഴ്സിനോടുമായി നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഫെലിപ്പ് എന്ത് ചെയ്യായിരിക്കും? ഞാൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഇത്രയും നേരവും ഞാൻ അവളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന് നാവിറോ പറയുന്നു. ഞാനും അവളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന് ഹെൽഗയും പറയുന്നുണ്ട്. ഞാനും ഫെലിയെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഫെലി അവളുടെ റിയൽ ഫാമിലിയുടെ കൂടെ എന്നും ഒരുപാട് ഹാപ്പിയായി ജീവിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ജോർജൻ പറയുന്നു. ഫെലിയുടെ കൂടെ എനിക്ക് എൻ്റെ കുക്കിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നാവിറോ പറയുന്നു. നമ്മൾ 4 പേർക്കും ഇടയിലെ ബോണ്ടിങ് സ്ട്രോങ് ആയത് ഫെലി കാരണമാണെന്ന് ഹെൽഗയും പറയുന്നുണ്ട്. ഫെലി സെൻസിറ്റീവ് ആണെങ്കിലും നമ്മൾ 4 പേരെ സപ്പോർട്ട് ചെയ്യാൻ അവൾ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ലേബിളിൽ എൻ്റെ കൂടെ വന്നതും അവളാണെന്ന് ജോർജൻ പറയുന്നു.
നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒരാളുടെ വില അറിയില്ല എന്ന് പറയുന്നത് സത്യമാണെന്ന് നാവിറ പറയുന്നു. രാഗ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്, എന്തോ ആലോചിച്ചുകൊണ്ട്. നമ്മുടെ പ്രണയം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അതിനേക്കാളും പെയിൻഫുള്ളായി മറ്റൊന്നുമില്ലെന്ന് രാഗ ഇങ്ങനെ പറയുന്നു. ഇത് കേട്ട് ബാക്കി 3 പേരും ഒരുപാട് ഷോക്കാകുന്നുണ്ട്. നീ സത്യത്തിൽ ഫെലിയെ ഇത്രയും ലൈക്ക് ചെയ്യുന്നു എന്ന് ഹെൽഗ ചോദിക്കുന്നു. താൻ എന്താ പറഞ്ഞതെന്ന് അപ്പോഴാണ് രാഗ റിയലൈസ് ചെയ്യുന്നത്. ഹെൽഗ അവനെ ടീസ് ചെയ്തുകൊണ്ട്, അതിൻ്റെ അർത്ഥം എൻ്റെ പ്രിഡിക്ഷൻ കറക്റ്റ് ആയെന്നാണ്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ ഫെലിയെ ലൈക്ക് ചെയ്യുമെന്ന്. നാവിറോയും അവനെ ടീസ് ചെയ്യുന്നു. പക്ഷേ താൻ ഫെലി ലൈക്ക് ചെയ്യുന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ രാഗ തയ്യാറല്ലായിരുന്നു. 2 ബ്രദേഴ്സും അവനെ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ലെന്ന് മനസ്സിലാകുമ്പോൾ ഹെൽഗയുടെ കാലിൽ പിടിച്ച് അവനെ വലിച്ച് താഴെ ഇടുന്നുണ്ട്. എന്നിട്ട് രാഗ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഫെലിയുടെ ഡാഡി ഫെലിയും കൂട്ടി ഒരു വീട്ടിലേക്ക് വരുന്നു. ഫെലി ഉറങ്ങായിരുന്നു. അവൾ ഉണർത്തുമ്പോൾ നമ്മൾ വീട്ടിലെത്തിയും ചോദിക്കുന്നുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ഈ പ്ലേസ് എവിടെയാണെന്ന് അവൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അവളോട് കാറിൽ നിന്നിറങ്ങാൻ പറയുന്നു. 2 പേരും കാറിൽ നിന്നിറങ്ങുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒരു പ്ലേസാണത്. ഇതെവിടെയാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമാണ് എൻ്റെ മകളെ ഞാൻ കണ്ടത്. അതുകൊണ്ട് നിന്റെ കൂടെ കുറച്ച് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു വെക്കേഷന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് കേട്ട് ഫെലി ഹാപ്പി ആകുന്നുണ്ട്. അവൾ സമ്മതിക്കുന്നു. 2 പേരും കൂടെ ആ വീട്ടിനകത്തേക്ക് വരുന്നുണ്ട്. ഒരുപാട് ബ്യൂട്ടിഫുള്ളായ വീടായിരുന്നു അത്. ഫെലി ആ വീടെല്ലാം നോക്കി നടക്കുമ്പോൾ നിനക്ക് ഇഷ്ടമായോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. തനിക്ക് ഇഷ്ടമായെന്ന് അവൾ പറയുന്നുണ്ട്. അവർക്ക് 2 പേർക്കും വേണ്ടി ഒരുപാട് ഗ്രാൻഡായിട്ടുള്ള ഡിന്നറും അവിടെ പ്രിപ്പയർഡ് ആയിരുന്നു. ഇതെല്ലാം റെക്കോർഡ് ചെയ്യാനായി ഫെലി അവളുടെ ഹാൻഡ് ബാഗിൽ നിന്ന് മൊബൈൽ നോക്കുന്നു. പക്ഷേ ബാഗിൽ ഫോൺ ഇല്ലായിരുന്നു. അവൾ ആകെ കൺഫ്യൂസ് ആകുന്നുണ്ട്. ഫാദറിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു. ഡാഡും കൺഫ്യൂസ് ആകുന്നുണ്ട്. എനിക്കറിയില്ല, മിക്കവാറും കാറിൽ കാണും. ഫുഡ് കഴിച്ച ശേഷം നമുക്ക് പോയി നോക്കാമെന്ന് ഡാഡ് പറയുന്നു. 2 പേരും ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നു. സംസാരത്തിനിടയിൽ ഡാഡ് അവളോട്, ഇവിടെ അടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ ഈ ഫുഡും അവിടെ നിന്ന് ഓർഡർ ചെയ്തെന്നെല്ലാം പറയുന്നു. ഈ വീട്ടിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ ആരെങ്കിലും കാണുകയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. അവരെല്ലാം നമ്മുടെ എംപ്ലോയീസ് ആണെന്നും ഡാഡ് പറയുന്നു. ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഫെലി ഡാഡിനോട് മദറിനെ കുറിച്ച് സംസാരിക്കുന്നു. മദറിന് എന്ത് അസുഖമായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഡാഡിൻ്റെ ഫേസ് മാറുന്നു. അദ്ദേഹം ചെറുതായിട്ട് ഫ്രസ്ട്രേറ്റ് ആകുന്നുണ്ട്. എൻ്റെ വൈഫിൻ്റെ അസുഖത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഇപ്പോഴും തയ്യാറല്ല. കാരണം അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഗിൽറ്റാണ്. എനിക്ക് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് ആലോചിച്ച്. അതിനെക്കുറിച്ചല്ലാതെ നിന്റെ മദറിനെ കുറിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് ഡാഡ് പറയുന്നു. ഇത് ഫെലി സമ്മതിക്കുന്നു. മദറിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയായിരുന്നു എന്ന് ഫെലി ചോദിക്കുമ്പോൾ, നിന്റെ മദർ ഒരു നല്ല പേഴ്സൺ ആയിരുന്നു. ഒരുപാട് കൈൻഡ്, നിന്നെ പോലെ ഒരുപാട് ബ്യൂട്ടിഫുള്ളും. നിന്നെ ഇപ്പോൾ നിന്റെ മദർ കണ്ടിരുന്നുവെങ്കിൽ ഒരുപാട് ഹാപ്പി ആയിരുന്നേനെ. നീ അവളെ പോലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് അറിഞ്ഞ് നിന്നെ അവൾ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്നും ഡാഡ് പറയുന്നു. ഇതെല്ലാം കേട്ട് ഫെലി ഹാപ്പി ആകുന്നുണ്ട്. താങ്കൾ ഇപ്പോഴും മദറിൻ്റെ എന്താണ് മിസ് ചെയ്യുന്നതെന്ന് ഫെലി ചോദിക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ സത്യത്തിൽ ഡാഡ് ഒരുപാട് ഫ്രസ്ട്രേറ്റ് ആകുന്നുണ്ട്. അദ്ദേഹം പക്ഷേ അത് ഹൈഡ് ചെയ്തുകൊണ്ട്, നിന്റെ മദറിനെ കുറിച്ച് എപ്പോൾ സംസാരിക്കുമ്പോഴും ഞാൻ ഒരുപാട് സാഡാകും. ഈ സന്തോഷകരമായ ജീവിതം നമ്മുടെ കൂടെ ജീവിക്കാൻ അവൾ കൂടിയില്ലെന്ന് ആലോചിച്ച്. അതുകൊണ്ട് നിന്റെ മദറിനെ കുറിച്ച് നീ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കരുതെന്ന് ഡാഡ് പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഫെലി വിചാരിക്കുന്നത് ഡാഡ് അവളുടെ മദറിനെ ഒരുപാട് മിസ് ചെയ്യുന്നതും ഒരുപാട് സ്നേഹിക്കുന്നതുമാണ്. പക്ഷേ ആസ് ആൻ ഓഡിയൻസ് നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഫെലിന്ന് എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന്. മദറിനെ കുറിച്ച് ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ ഫെലി അദ്ദേഹത്തോട് സോറി പറയുന്നു. അവളുടെ സോറി അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാകും നിന്റെ മദറിനെ കുറിച്ച് നീ ക്യൂരിയസ് ആണെന്ന്. പക്ഷേ കറക്റ്റ് സമയം വരുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാം. പക്ഷെ ഇപ്പോൾ ഞാൻ അതിന് തയ്യാറല്ലെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഫെലിയോട് ക്ഷമ ചോദിക്കുന്നുണ്ട് അവളെ ഓർഫനേജിൽ ഉപേക്ഷിച്ചതിന്. ഞാൻ ചെയ്ത തെറ്റെല്ലാം റെക്ടിഫൈ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം മറന്ന് നിന്റെ കൂടെ ഒരു പുതിയ ജീവിതം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് അദ്ദേഹം പറയുന്നു. ഫെലി അദ്ദേഹത്തോട് ക്ഷമിക്കുന്നുണ്ട്.
എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യും. പക്ഷെ അവരുടെ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഫെലി പറയുന്നുണ്ട്. താങ്കൾ എന്നോട് ക്ഷമ ചോദിച്ചില്ലായിരുന്നെങ്കിലും ഞാൻ താങ്കളോട് ക്ഷമിക്കുമായിരുന്നു. എൻ്റെ ഫാമിലിയുടെ കൂടെ താമസിക്കാമെന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഇപ്പോൾ അതാണ് ഫുൾഫിൽ ആകാൻ പോകുന്നതെന്ന് ഫെലി പറയുന്നുണ്ട്. നമുക്ക് ഈ സെൻറ്റിമെൻറ്റ്സ് എല്ലാം നിർത്തി ഫുഡ് കഴിക്കാമെന്ന് ഡാഡ് പറയുന്നു. രണ്ടുപേരും ഡിന്നർ കഴിക്കുന്നു. നെക്സ്റ്റ് സീനിൽ രാഗയാണ് കാണിക്കുന്നത്. അവന് ഫെലിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ റൂമിലാണ്. ഓരോ സാധനങ്ങൾ നോക്കി ഫെലിയെക്കുറിച്ച് ഓർക്കുന്നു. എന്നിട്ട് അവൻ ഫെലിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. നീ എവിടെയാണ്, സേഫായിട്ട് വീട്ടിലെത്തിയെന്ന് അവൻ മെസ്സേജ് ചെയ്യുന്നു. ഫെലിയുടെ റിപ്ലൈ വെയിറ്റ് ചെയ്യുമ്പോൾ രാഗ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെ ഫെലി അവളുടെ റൂമിലേക്ക് വരുന്നു. റൂം എല്ലാം ഫ്ലവേഴ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഫെലി ഒരുപാട് ഹാപ്പി ആകുന്നു. ഡാഡ് അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ കാറ് ഫുൾ ചെക്ക് ചെയ്തു, പക്ഷേ നിന്റെ മൊബൈല് കാറിൽ എവിടെ ഇല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫെലി കൺഫ്യൂസ് ആകുന്നുണ്ട്. കാരണം താൻ ഫോൺ തൻ്റെ ഹാൻഡ് ബാഗിൽ വെച്ചെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് എവിടെ പോയെന്ന് അവൾക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല. നീ നന്നായിട്ട് ആലോചിച്ച് നോക്കൂ, ചിലപ്പോൾ എവിടെയെങ്കിലും താഴെ വീണിട്ടുണ്ടായിരിക്കുമെന്ന് ഡാഡ് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഫെലി കൂടുതലായിട്ടൊന്നും ആലോചിക്കുന്നില്ല. ഡാഡ് പറഞ്ഞ ശരിയായിരിക്കുമെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട്. നീ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. നിനക്ക് ഞാൻ പുതിയ ഫോൺ വാങ്ങിത്തരാമെന്ന് ഡാഡ് പറയുന്നു. അവളോട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ശേഷം ഡാഡ് അവിടുന്ന് പോകുന്നു. അതിനുശേഷം ഫെലി ലഗേജ് ബെഡിൽ വെച്ച് അതിനകത്തുനിന്ന് ഒരു ഫോൺ എടുക്കുന്നു. ഇത് രാഗ അന്ന് അവൾക്ക് ഗിഫ്റ്റ് ചെയ്ത ആ പുതിയ ഫോണായിരുന്നു. അവൾ മനസ്സിൽ രാഗയോട് താങ്ക്സ് പറയുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ ഫെലി എണീക്കുന്നു. അവിടുത്തെ സീനറി ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫെലി ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഫോട്ടോ രാഗയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അവനെ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നീ ഗിഫ്റ്റ് ചെയ്ത ആ ഫോണാണെന്നും ഫെലി പറയുന്നു. ഫെലിയുടെ മെസ്സേജ് കണ്ട് രാഗ ഹാപ്പി ആകുന്നു. അവൻ ഫോട്ടോസ് നോക്കുമ്പോൾ ആ ഫോട്ടോയിൽ മൗണ്ടൻസ് ആണ് കാണുന്നത്. നീ ഈ മൗണ്ടൻ ഏരിയയിൽ എന്ത് ചെയ്യാണ്? നിന്റെ പഴയ ഫോണിന് എന്തു പറ്റിയെന്നെല്ലാം രാഗ ചോദിക്കുന്നുണ്ട്. എൻ്റെ പഴയ ഫോൺ എവിടെ വെച്ചോ മിസ്സായി. എവിടെ പോകുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഈ പ്ലേസിൽ വെക്കേഷന് വന്നതാണ്. കുറച്ച് ദിവസം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഡാഡ് ആഗ്രഹിച്ചു, ഒരു ഫാമിലി ടൈം. അതിനുവേണ്ടിയാണ് ഈ പ്ലേസിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ആ പ്ലേസിന്റെ പേര് അവൻ അയക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നതെന്നും അവൾ പറയുന്നു. ഫെലി ഹാപ്പിയാണെന്ന് അറിയുമ്പോൾ രാഗയും ഹാപ്പി ആകുന്നു. അവളോട് സംസാരിക്കുമ്പോൾ അവൻ ഒരുപാട് ബ്ലഷ് ചെയ്യുന്നുണ്ട്. ഫെലി ഒരുപാട് ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആരോ ഡോർ നോക്ക് ചെയ്യുന്നു. അവൾ വന്ന് നോക്കുമ്പോൾ അവളുടെ ഡാഡായിരുന്നു. ഞാൻ ക്ലൈന്റിനെ കാണാനായി വെളിയിലേക്ക് പോവുകയാണ്. സ്റ്റാഫ്സ് നിനക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നീ ടേക്ക് കെയർ ചെയ്യണമെന്നും ഡാഡ് അവളോട് പറയുന്നു. ഫെലി എല്ലാം സമ്മതിക്കുന്നു. ഡാഡ് അപ്പോൾ അവളുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ് മാറുന്നു. നിനക്ക് ഈ ഫോൺ എവിടെ നിന്ന് കിട്ടി? നിന്റെ മിസ്സായ ഫോൺ നിനക്ക് കിട്ടിയോന്ന് ഡാഡ് ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ മറ്റൊരു ഫോൺ ഉണ്ടായിരുന്നു എന്ന് ഫെലി പറയുന്നു. ഫെലിയുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്നതിൽ ഡാഡ് ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. പക്ഷേ ഈ കാര്യം അവളോട് പറയുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. ഫെലിയുടെ ഡാഡ് വെളിയിലേക്ക് വരുന്നു. വെളിയിൽ ഗുണ്ടകളെ പോലെയുള്ള രണ്ടുപേർ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം അവരുടെ അടുത്ത് വന്ന്, നിങ്ങൾ ഫെലിയെ ശ്രദ്ധിക്കണം, അവൾ എവിടെയും പോകാൻ സമ്മതിക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഫെലിയുടെ കയ്യിൽ ഇപ്പോൾ ഫോണുണ്ട്. സോ അവൾ ആരെയാണ് കോൾ ചെയ്യുന്നത്, എന്താണ് സംസാരിക്കുന്ന കാര്യം മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഡാഡ് പറയുന്നു. എന്നിട്ട് ഫെലിയുടെ ഡാഡ് അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ ഫെലിയോട് സംസാരിച്ച ശേഷം രാഘ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ടേബിളിലേക്ക് വരുമ്പോൾ ബ്രദേഴ്സിനോട് ഫെലി പാങ്കാഷിന് പറഞ്ഞ പ്ലേസിലാണെന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ടാണ് മിസ്റ്റർ ജോഹാൻ അവിടേക്ക് വരുന്നത്. ഫെലി അവിടെ എന്ത് ചെയ്യുകയാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കുറച്ച് ടൈം ഫെലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് ഫെലിയുടെ ഡാഡിന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരൊരു വെക്കേഷന് വേണ്ടി പോയിരിക്കുകയാണെന്ന് രാഘ പറയുന്നു. മറ്റു 3 പേർക്കും ഇത് കേട്ടിട്ട് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ മിസ്റ്റർ ജോഹാൻ ഇത് കേട്ടിട്ട് ഫെലിയുടെ ഡാഡിൽ എന്തോ സംശയം തോന്നുന്നു. ഇവിടെ ഹെൽഗ ഫെലിയുടെ ഫ്രൈഡ് റൈസ് മിസ് ചെയ്യുന്നു. അവൻ നാവരോട് പോയി കുക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ നാവരോ തനിക്ക് വയ്യെന്ന് പറയുന്നു. ഇതിൻ്റെ പേരിൽ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ ഫൈറ്റ് നിർത്താനായി രാഘ അവരോട്
നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെളിയിൽ പോയി കഴിക്കാം, എൻ്റെ ട്രീറ്റാണെന്ന് പറഞ്ഞ് 3 ബ്രദേഴ്സിനെ കൂട്ടി അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴും മിസ്റ്റർ ജോഹാൻ ഫെലിയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനിലായിരുന്നു. നെക്സ്റ്റ് സീനിൽ മിസ്റ്റർ ജോഹാൻ തൻ്റെ അസിസ്റ്റൻ്റായ രാമയെ കോൾ ചെയ്ത് ക്യാബിനിലേക്ക് വരാൻ പറയുന്നു. താങ്കൾക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന് രാമ ചോദിക്കുമ്പോൾ, നീ എൻ്റെ ഒരു ക്വസ്റ്റ്യന് ആൻസർ പറയണം. നിനക്ക് ഒരു കുട്ടി ഉണ്ടായി, നീ എന്തിനായിരിക്കും നിന്റെ ആ കുട്ടിയെ ഓർഫനേജിൽ കൊണ്ടാക്കിയിട്ടുണ്ടാകുക എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇത് കേട്ട് രാമ ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ കാര്യത്തിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. പക്ഷേ ചില റീസൺസ് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പേരൻസിന് എന്തെങ്കിലും ഫിനാൻഷ്യലി ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. കുട്ടിയെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഓർഫനേജിൽ കൊണ്ടാക്കാൻ വഴിയുണ്ട്. അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൺസീവ് ചെയ്യാൻ അവർ റെഡിയല്ലായിരുന്നു. അതുകൊണ്ടും കുട്ടി ഉപേക്ഷിക്കാൻ വഴിയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഏതെങ്കിലും ഒരു പേരൻ്റ് തൻ്റെ മകളെ കാണാനായി 16 വർഷം വെയിറ്റ് ചെയ്യുമെന്ന് മിസ്റ്റർ ജോഹാൻ ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ രാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് മിസ്റ്റർ ജോഹാൻ പറയുന്നത് ഫെലിയെക്കുറിച്ചാണെന്ന്. താങ്കൾ ഫെലിയെക്കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് രാമ ചോദിക്കുമ്പോൾ, അതെ, എനിക്ക് എന്തോ സംശയമുണ്ട്, എവിടെയോ എന്തോ റോങ് ആയിട്ട് സംഭവിക്കുന്നു എന്ന്. ഫെലിയുടെ ഡാഡാണെന്ന് പറഞ്ഞു വന്ന അയാളെക്കുറിച്ച് എനിക്ക് ഡൗട്ടുണ്ട്. നീ ആൻഡ്രിയാസ് ഗലണ്ട എന്ന പേരുള്ള ഫെലിയുടെ ഡാഡിനെ കുറിച്ച് അന്വേഷിക്കാൻ മിസ്റ്റർ ജോഹാൻ പറയുന്നുണ്ട്. രാമ അവിടുന്ന് പോകുന്നു. ഈ സീനിൽ 4 ബ്രദേഴ്സും ഒരുമിച്ച് അടക്കുകയാണ്. അപ്പോൾ നാവിയുടെ രാഗിയോട്, നിന്റെ ഫീലിങ്സ് നീ ഫെലിയോട് കൺഫേസ് ചെയ്തെന്ന് ചോദിക്കുന്നു. ഇല്ല, എനിക്ക് പേടിയാണ്, ഫെലി എന്ത് റിപ്ലൈ തരുമെന്ന്. ഫെലി ഇപ്പോൾ നമ്മളിൽ നിന്നെല്ലാം ഒരുപാട് ദൂരെ പോവുകയാണ്. അവളുടെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് രാഗ പറയുന്നു. ജോർദൻ രാഗയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നിന്റെ ഫീലിങ്സ് നീ ഫെലിയോട് കൺഫേസ് ചെയ്യുന്ന ബെറ്റർ. ചിലപ്പോൾ ലേറ്റ് ആയാൽ നീ ഫ്യൂച്ചറിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അവൻ പറയുന്നുണ്ട്. ഹെൽഗയും നാവറോയും ജോർദൻ പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യുന്നു. നിന്റെ ഫീലിങ്സ് നീ ഫെലിയോട് കൺഫേസ് ചെയ്യുന്ന ബെറ്റർ. അല്ലെങ്കിൽ തന്നെ ഫെലി ഇപ്പോൾ പെങ്കാഷിൽ വെക്കേഷൻസ് എൻജോയ് ചെയ്യാണ്. ഈ ടൈം ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആണെന്നും ഹെൽഗ പറയുന്നു. ഇതെല്ലാം കേട്ട് രാഗെ ആലോചിക്കുന്നു. നെക്സ്റ്റ് സീനിൽ രാമ മിസ്റ്റർ ജോഹാനെ കാണാൻ വരുന്നു. താങ്കൾ പറഞ്ഞ പോലെ ഞാൻ ആൻഡ്രിയാസ് ഗലണ്ട എന്ന പേരുള്ള ആളെക്കുറിച്ച് അന്വേഷിച്ചു. ഈ ഫയലിൽ ആൻഡ്രിയാസ് ഗലണ്ട എന്ന പേരുള്ള 10 പേരുടെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ 7 പേരുടെ ഫോട്ടോയും ഉണ്ട്. ബാക്കിയുള്ള 3 പേരിൽ ഒരാളാണ് ഫെലിയുടെ ഫാദർ. ഫെലിയുടെ ഫാദറിൻ്റെ പേര് ആൻഡ്രിയാസ് ഗലണ്ട എന്നാണുള്ള കാര്യം സത്യമാണെന്നും രാമ പറയുന്നു. പക്ഷെ എന്നിട്ടും മിസ്റ്റർ ജോഹാന് എവിടെയോ എന്തോ സംശയമുണ്ട്. ഇവിടെ രാഗ റെഡിയായി എവിടേക്ക് പോകാൻ ഇറങ്ങുകയാണ്. ജോർദൻ പിറകെ വന്ന്, നീ എവിടെ പോകാൻ ചോദിക്കുന്നു. ഞാൻ ഫെലിയെ കാണാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ ഇനി വെയിറ്റ് ചെയ്യില്ല. ഞാൻ ഫെലിയോട് കൺഫസ് ചെയ്യാൻ പോവുകയാണെന്ന് രാഗ പറയുന്നു. ജോർദൻ അവന് ഗുഡ് ലക്ക് പറയുന്നുണ്ട്. രാഗ ഹാപ്പിയായി ഫെലിയെ കാണാൻ വേണ്ടി അവിടുന്ന് പോകുന്നു.